ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ കിഡിലൻ പടം. പ്രതീക്ഷ പോലെ തന്നെ കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടത്തിന്. ഇത്രയും ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. പോരാത്തതിന് 3D ആണ്. 3Dയും കൂടി ആയപ്പോൾ പടം വേറെ ലെവൽ തന്നെയായിരുന്നു. സോ എല്ലാം കൊണ്ട് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു പടം തന്നെയായിരുന്നു ഗോഡ്സില്ല എക്സ് ദ ന്യൂ എംപയർ. സോ കണ്ടിട്ട് എന്തായാലും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണമെന്നാണ് എനിക്ക് പറയണം. തിയേറ്ററിന് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. സോ കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സോ ഇതിൻ്റെ മുമ്പത്തെ ഗോഡ്സില്ല വേഴ്സസ് കോങ് ഞാൻ തിയേറ്ററിന് കാണാനുള്ള അവസരം കിട്ടിയില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആഴ്ചയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ തീർത്ത്. സോ ആ പടം പോലെ നിങ്ങൾ പ്രതീക്ഷിച്ച് ഈ പടം പോയാൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ചെങ്കിലും നിരാശ തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ആ പടം പോലെ ഫുൾ ആൻഡ് ഫുൾ ഫൈറ്റ് സീക്വൻസ് തന്നല്ല ഈ പടം പോകുന്നത്. ഈ പടം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. അതായത് സ്റ്റോറി ലൈനും ആ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം കൂടി കൾമിനേറ്റ് ആയിട്ട് മൊത്തമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സോ ആകെ 2 മണിക്കൂറേ ഉള്ളൂ പടം. ആ 2 മണിക്കൂർ കൊണ്ട് ഇവരെല്ലാ കാര്യങ്ങളും നല്ല കൺട്രോൾ ആക്കിയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും ഭയങ്കര ഫാസ്റ്റ് ബേസാണ് ഈ പടം പോകുന്നത്. ഫാസ്റ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീൻ പ്ലേ പറഞ്ഞേ പറ്റും. ഗംഭീര സ്ക്രീൻ പ്ലേ ആണ്. അത് പറക്കുവാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. ഭയങ്കര ഫാസ്റ്റ് ബേസ് പോണ പടം. സോ ഈ 2 മണിക്കൂർ കൊണ്ട് എന്തെല്ലാണോ കാണിക്കേണ്ടത്, ആ ഒരു ഇവൻ്റ് എന്തെല്ലാണോ നടത്തേണ്ടത് അത് കൃത്യമായിട്ട് ഇവർ കാണിച്ചിട്ടുണ്ട്. സോ 3D ഒക്കെ നൈസായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. സോ 3D കാണുമ്പോൾ തന്നെ നല്ല വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളിലും ഉണ്ട്. പിന്നെ പറയാമെന്ന് വെച്ചാൽ ഗോഡ്സില്ല വേഴ്സസ് കോങ് പോലെയല്ല ഞാൻ പറഞ്ഞു. അതിന് കുറേ കാരണങ്ങളുണ്ട്. കാരണം വെച്ചാൽ 2 മണിക്കൂറേ പടം ഉള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് തന്നെ ഇവർ സ്റ്റോറി ലൈൻ തന്നെയാണ് കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത്. ആ സ്റ്റോറി ലൈനും ആ ഒരു ഹ്യൂമൻസും ഇപ്പം നമ്മളെ കോങ്ങും ഗോഡ്സിലും എല്ലാം കൂടി കൾമിനേറ്റ് ആയിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. സോ അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇവർ പോകുന്നത്. സോ ഭയങ്കര സ്പീഡിൽ തന്നെ സ്റ്റോറി ടെല്ലിംഗ് കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും അങ്ങനെയല്ല ഈ പടം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ലാസ്റ്റ് ആ ഒരു ഫൈറ്റ് സീക്വൻസിലേക്കുള്ള ഒരു കൾമിനേഷനാണ് ഈ പടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് തൊട്ട് ആ കാറ്റേഴ്സിനൊക്കെ കാണിച്ച് ഗോഡ്സില്ല ഓൺലൈനിൽ കാണിച്ച് അങ്ങനെ മുന്നോട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫൈറ്റ് സീക്വൻസിലേക്ക് ഈ പടം കൊണ്ടുപോകാണ്. സോ അങ്ങനത്തെ മൂഡിലാണ് ഈ ഒരു പടം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ നമ്മൾ കണ്ട പോലെ ഇടയ്ക്കിടയ്ക്കുള്ള ഗോഡ്സിലും കോങ്ങും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് അങ്ങനെയല്ല ഇതുള്ളത്, അങ്ങനെയല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ പ്രതീക്ഷ പോകാം. അല്ലാണ്ട് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ നമ്മൾ എന്താണോ കണ്ടത് അതുപോലെ തന്നെയല്ല ഇതിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ തന്നെ ആ സ്റ്റോറി ലൈൻ അല്ലിക്കനെ ആ ഒരു സ്റ്റോറി ലൈൻ അതിൻ്റെ ന്യൂ എംപയർ എന്നുള്ള ഒരു സംഭവം ശരിക്കും ഇതിൻ്റെ അകത്ത് നല്ലിക്കനെ കാണിച്ചിട്ടുണ്ട്. ആ പേര് 100% നീതി പുലർത്തിയിരുന്നു വേണം പറയും പടത്തിന്. അത്രയ്ക്ക് നല്ല ഇരിക്കാൻ ആ ഗോഡ്സില്ല വേഴ്സസ് കോങ് ന്യൂ എംപയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പേര് ആ സ്റ്റോറി ലൈനായിട്ട് നല്ല ഇരിക്കാൻ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു ന്യൂ എംപയറിനെ ഇവർ പെട്ടെന്ന് കാണിച്ച് പോകുന്നുണ്ട്. പിന്നെ ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആയി ലാസ്റ്റത്തെ ആ ഒരു ഗോഡ്സിലെയും ആ ഒരു കോങ്ങിൻ്റെ ഒരു കൾമിനേഷനിൽ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളിലും ഉണ്ട്. സോ അത് നിങ്ങൾ തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പറയാനുള്ളത്. സോ അതെല്ലാം ഗംഭീര സാധനം തന്നെയാണ്. പെട്ടെന്ന് ഒരു ടക ഇത് വെച്ച് സ്ക്രീൻ പ്ലേ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല ഇങ്ങനെ ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. വിഷ്വലിൻ്റെ കാര്യം പറഞ്ഞേ പറ്റും കേട്ടോ. CGയും VFX ഒക്കെ ഗംഭീരം തന്നെയാണ്. അതിനൊരു സംശയം വേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രെയിലറും ടീസറിലും കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് എന്നാലും തിയേറ്ററിൽ കാണുമ്പോൾ അത് വേറെ സുഖം തന്നെയാണ്. സോ അതിൻ്റെ VFXും CGയും ഒക്കെ ഗംഭീരമാണ്, ടോപ്പ് നോച്ച് തന്നെയാണ്. പിന്നെ ഒരു വിട്ടുവീഴ്ച ഇവർ ചെയ്തിട്ടില്ല. സോ അത് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിലും അതങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഈ പടത്തിൽ 2 വില്ലൻസിനെ കൊണ്ടുപോയിട്ടുണ്ട്, ഷിമോ സ്കാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. സോ വില്ലൻസ് നൈസായിരുന്നു ചോദിച്ചാൽ അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. എസ്പെഷ്യലി സ്കാർക്കിൻ്റെ ഒരു ഇൻട്രോ എല്ലാം ഗംഭീരം തന്നെയാണ്. സ്കാർക്കിൻ്റെ മാത്രമല്ല ഈ ഒരു കോങ്ങിയും ഗോഡ്സിലേൻ്റെ ഇൻട്രോ ഒക്കെ നൈസ് തന്നെയാണ്. ബട്ട് സ്കാർക്കിൻ്റെ വേറെ തന്നെയാണ്. വില്ലൻ്റെ ഇൻട്രോ എന്ന് പറയുമ്പോൾ അത് സീൻ ആയിരുന്നു. ബട്ട് സ്കാർക്കിങ് നമ്മൾ വിചാരിച്ച പോലെ ഒരു ഗംഭീര വില്ലൻ എന്ന് പറയാനും കഴിയില്ല. ബട്ട് ഗോഡ്സിലേക്കും കോങ്ങിൻ്റെ പറ്റി പിടിച്ചിട്ടുണ്ടെന്ന് പറയാം. ബട്ട് ഞാൻ പ്രതീക്ഷ പോലെ തന്നെ അത്രയ്ക്കും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എനിക്കതാണ് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. സോ നെഗറ്റീവ്സ് ഉണ്ട് ഈ പടത്തിൽ, അത് പറഞ്ഞേ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ പടം ഓൾറെഡി ഞാൻ പറഞ്ഞു ഭയങ്കര ഫാസ്റ്റ് ബേസാണ് പടം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് തൊട്ട് കാണിക്കുന്ന തന്നെ ഹ്യൂമൻ ഇമോഷൻസും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഹ്യൂമൻസും മോൺസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു കൾമിനേഷൻ കാര്യങ്ങളും കാണുമ്പോൾ തന്നെ ഹ്യൂമൻസിന് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. സോ അതൊന്നും നമുക്ക് നേരെ വണ്ണം കണക്റ്റ് ആവില്ല പടത്തിൽ. സോ അത് പറഞ്ഞ പറ്റില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങളുണ്ട്. സോ അതൊന്നും നമുക്ക് മര്യാദയ്ക്ക് കണക്റ്റ് ആവില്ല ഇമോഷൻസ് ഒക്കെ. അത് ഭയങ്കര ഫാസ്റ്റ് ബേസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് കൺട്രോൾ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ഈ ഹ്യൂമൻ ഇമോഷൻസ് ഒന്നും ഇവർ അത്രയ്ക്ക് നല്ല കണക്റ്റാക്കി കാണിക്കാൻ സാധിച്ചത്. സോ അതൊരു നെഗറ്റീവാണ് പടത്തിൻ്റെ. പിന്നെയുള്ള കാര്യം വെച്ചാൽ ഈ സ്കാർക്കിൻ്റെ ഷിമോൻ്റെയും കാര്യം തന്നെ അവർ അപ്പിയറൻസിൽ മാത്രമല്ല കിഡിലും വില്ലനിസം സ്വാഗെല്ലാം ഗംഭീരം തന്നെയാണ് ഈ ഒരു സ്കാർക്കിൻ്റെയും ആ ഒരു ഷിമോൻ്റെയും. ബട്ട് പ്രശ്നം വരെ വെച്ചാൽ ഇവരെ പറ്റി പറയാനും ഇവരെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സിനിമയിൽ കാണിക്കുന്നത് വളരെ കുറവാണ്. അതൊരു മോൺസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനല്ലോ നമുക്ക്. ഈ ഒരു മോൺസ്റ്റേഴ്സ്, ഈ ഒരു ടൈറ്റൻസ് ആരാണെന്നുള്ളത് അറിയാനുള്ളത്. ബട്ട് ആ കാര്യങ്ങളൊക്കെ ഇവർ ഭയങ്കര ഫാസ്റ്റ് ബേസിലാണ് പറഞ്ഞു പോകുന്നത്. അതിനെ പെട്ടെന്ന് ഏതോ 2 വാക്കായിട്ട് ഒതുക്കി നിർത്തി ഷിമോൻ്റെ കാര്യങ്ങളിലും. സോ ഈ ഷിമോനെ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പടത്തിന് കേൾക്കുന്നത്. ഇവ കോമിക്സിലെല്ലാം നല്ല ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. സോ അതൊന്നും ഇവർ ഇതിനകത്ത് കാണിച്ചില്ലാന്ന് വേണമെങ്കിൽ പറയണം. സോ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി സ്കാർക്കിൻ്റെ കാര്യത്തിലായാലും അതിനെപ്പറ്റി പറയാനോ ബിൽഡപ്പും കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിച്ചില്ല. ബട്ട് മൂപ്പർ ആ ഒരു സ്ക്രീനിൽ വന്നപ്പോൾ സ്വാഗും ആ ഒരു സാധനം ഗംഭീരം തന്നെയാണ്. ആ ഒരു കോങ്ങിൻ്റെ ഒപ്പമുള്ള ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് സാധനം കിടിലാണ്. അല്ലെങ്കിൽ കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. സോ ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആണ്. ക്ലൈമാക്സ് പോർഷനൊക്കെ അടിച്ച് തകർക്കും. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സാധനം ശരിക്കും ഇതാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടമാവുന്നത് സെക്കൻഡ് ഹാഫ് തന്നെയായിരിക്കും. ഫസ്റ്റ് ഹാഫ് മോശം നല്ല, ഫസ്റ്റ് ഹാഫ് നല്ല ഇരിക്കാൻ ഒരു എൻഗേജിങ് ആക്കുന്നുണ്ട്.
ബട്ട് ഹൈലി എൻഗേജിങ് ആക്കുന്നത് സെക്കൻഡ് ഹാഫാണ് കമ്പയർ ടു ഫസ്റ്റ് ഹാഫ്. സോ മൊത്തത്തിൽ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഒരു പടം മോൺസ്റ്റേഴ്സ് ഫോളോ ചെയ്യത്തിൽ എല്ലാവർക്കും ഈ പടം വേണം കാണാം. അങ്ങനെ അതിൻ്റെ പടം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുമ്പത്തെ ഗോഡ്സില മുമ്പത്തെ പടങ്ങളോ ഗോഡ്സില ഒന്നും കാണുമെന്ന് നിർബന്ധമില്ല. ഈ പടം നിങ്ങൾ ഫ്രഷ് ആയിട്ടാണെങ്കിൽ പോയി കാണാം. അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ പടം. സോ എല്ലാ ആൾക്കാർക്ക് വേണം പോയി കാണാനുള്ള രീതിയിലാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കാസ്റ്റും കാര്യങ്ങളും പെർഫോമൻസ് ഒക്കെ നൈസ് തന്നെയായിരുന്നു. കുറേ ഇപ്പം ഗോഡ്സില വേഴ്സസ് കോങ്ങിൽ തന്നെ മില്ലി ബോബി ബ്രൗണൊന്നും ഇതിനകത്ത് വരുന്നില്ല. ബാക്കിയെല്ലാം അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് റിട്ടേൺ ആയി വരുന്നുണ്ട്. പിന്നെ എനിക്ക് മേജർ നെഗറ്റീവായി തോന്നിയത്, അത് നെഗറ്റീവാണെന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അടുത്ത മോൺസ്റ്റേഴ്സിലെ പടങ്ങളെ ഒരു സൂചനയും കാര്യങ്ങളും ഈ സിനിമയിൽ തന്നില്ല. അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ സമയം നിന്നിട്ട് അവസാനം ഊമ്പിപ്പോയ അവസ്ഥയാണ് എൻ്റെത്. അതാണ് നിങ്ങൾ പോസ്റ്റ് ക്രെഡിറ്റ് സീന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. പടം കഴിഞ്ഞാൽ നേരെ ഇറങ്ങിപ്പോവാം. ഇനി ഫ്യൂച്ചറിൽ എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം കിട്ടിയില്ല. കാരണം പടം ഫുള്ളി ഒരു പാക്ഡ് ആയിട്ടുള്ള പടം തന്നെയായിരുന്നു. ആ ഒരു ഇവൻറ്റ് കാണിച്ച് പടം നിർത്തി. കൃത്യമായിട്ട് ഒരു ഇവൻറ്റ് പെർഫെക്റ്റ്ലി കാണിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ആ പടം നിർത്തിയത്. സോ ഇനി ഫ്യൂച്ചറിൽ എന്തുള്ള ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഫ്യൂച്ചറിൽ ഇനിയും കുറേ അധികം പടങ്ങളിൽ വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ 6ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് ഈ ഒരു പടം. സോ ടോട്ടൽ നോക്കിയാൽ കിഡിലൻ പടം തന്നെ, കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു പടം. സോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ഈ മോൺസ്റ്റേഴ്സ് ഫോളോ അപ്പ് ആണെങ്കിൽ എന്തായാലും കണ്ടുനോക്കുക. സോ അത്ര പറയാനുള്ള കിഡിലൻ പടം.